നമസ്കാരം. പിണറായി സർക്കാരിനെതിരെ ഉയരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കോളിളക്കം സൃഷ്ടിച്ച വിവാദങ്ങളുടെ ഒരു തനിയാവർത്തനമാണ്. ഉമ്മൻചാണ്ടിയുടെ ധനമന്ത്രിയായിട്ടുള്ള കെ എം മാണിക്കെതിരെ വന്ന അതേ ആരോപണമാണ് ഇപ്പോൾ ഇതാ എക്സൈസ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷിനെതിരെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. സ്വപ്ന സുരേഷും സ്വർണ്ണക്കടത്ത് വിവാദവും പിണറായി വിജയനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒന്നാണ്. അതിന് തത്തുല്യമാണ് സരിതയും സോളാറും ഉമ്മൻചാണ്ടിക്ക് മേലെ ഉണ്ടാക്കിയ കുരുക്ക് എന്ന് പറയപ്പെടുന്നത്. UDF ഭരണത്തിലെ വിവാദങ്ങളെന്ന് പറയപ്പെടുന്ന അതേപടി LDF കാലത്തും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് കേവലം യാദൃച്ഛികം എന്നതിനപ്പുറം ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. കെ മാണിക്കെതിരെ 1 കോടി രൂപയുടെ കോഴ ആരോപണമാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ പുറത്തു വന്ന ശബ്ദ സന്ദേശം അനുസരിച്ച് ഒരു ബാർ ഉടമയിൽ നിന്ന് 2.5 ലക്ഷമാണ് പിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ 1000-ഓളം വരുന്ന ബാർ ഉടമകളിൽ നിന്ന് അത്രയും പിരിച്ചാൽ കോഴത്തുക എന്ന് പറയപ്പെടുന്നത് 25 കോടിയിലധികമാണ്. 1 കോടിയുടെ ആരോപണം ഏറ്റെടുത്ത് ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തിയ നിയമസഭയിലെ കയ്യാങ്കളി അതുൾപ്പെടെ വലിയ പ്രതിഷേധമുയർത്തിയവരാണ് ഇന്ന് ഭരിക്കുന്ന ഈ ഇടതുമുന്നണി എന്ന് പറയപ്പെടുന്നത്. UDF MP രാജേഷിനെതിരെ ഉന്നയിക്കുന്നത് 20-ലേറെ ഇരട്ടി തുകയുടെ കോഴ ആരോപണമാണ് എന്നുള്ളതാണ്. കെ എം മാണിക്കെതിരായ ആരോപണത്തിൽ അന്വേഷണം നടക്കാൻ അന്നത്തെ UDF രാഷ്ട്രീയത്തിലെ വടംവലി എന്ന് പറയപ്പെടുന്ന വേണമെങ്കിൽ അത് കാരണമായി അന്ന് കാണാം. അത് അത്തരത്തിൽ തന്നെയായിരിക്കാം. ഇന്ന് സ്ഥിതി അതല്ല. ഇപ്പോൾ പുറത്തു വന്ന ശബ്ദ സന്ദേശം തള്ളി സർക്കാരും പാർട്ടിയും ഒക്കെ രംഗത്ത് വന്നതോടുകൂടി അന്വേഷണം നടക്കുവാനുള്ള സാധ്യത ഇപ്പോഴില്ല എന്നുള്ളതാണ്. 2ാം ബാർ കോഴ വിവാദത്തിന് തിരികൊളുത്തിയ ശബ്ദ സന്ദേശത്തിൻ്റെ ഉടമ ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് അനിമോൻ താൻ പറഞ്ഞത് തള്ളിക്കളഞ്ഞിട്ടുമില്ല. അതേസമയം കോഴപ്പിരിവ് നടക്കുന്നതായി സ്ഥിരീകരിക്കുന്നുമില്ല. അപ്പോൾ സംഘടനാ പ്രസിഡന്റ് P. സുനിൽകുമാർ അനിമോനെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് സർക്കാർ നിർബന്ധിതരാകുന്ന കൂടുതൽ വിവരങ്ങൾ ബാർ ഉടമകളിൽ നിന്നും ഇപ്പോൾ ഇതാ പുറത്തു വരുന്നതിൻ്റെ സൂചനകളുമില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കുകയുമില്ല. മാണിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ അന്വേഷണം നടന്നുവെങ്കിലും അത് എങ്ങുമെത്താതെ അവസാനിച്ചു എന്നുള്ളതാണ്. 2ാം ബാർ കോഴ ആരോപണത്തിൽ അന്വേഷണത്തിനുള്ള സാധ്യത പോലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണാൻ പോലുമില്ല. മറിച്ച് സംഭവിക്കണമെങ്കിൽ അന്വേഷണത്തിന് സർക്കാരിനെ നിർബന്ധിതരാക്കുന്ന പ്രക്ഷോഭവും സമ്മർദ്ദവും ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിപക്ഷത്തിന് കഴിയണം. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം പ്രതിപക്ഷ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന സമീപനമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷം അതിന് തയ്യാറാകില്ല. എങ്കിലും പിണറായി വിജയൻ സർക്കാരിനെ ആക്രമിക്കുവാൻ ശബ്ദ സന്ദേശം UDF ആയുധമാക്കുമെന്നതിനാൽ 2ാം ബാർ കോഴ വിവാദം ഏറെ നാൾ നിന്ന് കത്തുമെന്ന് തീർച്ചയാണ്. പക്ഷേ അതിനുള്ള കരുത്ത് ഈ കോൺഗ്രസ്സുകാർക്കുണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ UDF എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനുണ്ടോ എന്നുള്ളതാണ്. മാണിക്കെതിരെ ആരോപണം ഉയർന്നപ്പോഴും പിണറായിക്കെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ പിണറായി മന്ത്രിസഭയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളും മുൻപ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ കാണേണ്ടി വരും. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള സമരവും പ്രക്ഷോഭവും നടത്താൻ അന്നത്തെ ഇടതുമുന്നണിക്കായി എന്നുള്ളതാണ്. സമരം ഒത്തുതീർപ്പിലാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒത്തുതീർപ്പ് സമരങ്ങളാണ് എങ്കിൽ കൂടിയും ആ സമരത്തിനൊക്കെ പിന്നിൽ എന്തൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ സമൂഹം ഇപ്പോൾ മനസ്സിലാക്കുന്നുമുണ്ട്. കാരണം TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളിലേക്ക് വലിയ നേതാക്കളുടെ പേരുകൾ എത്തരുത് എന്നുള്ളത് കൊണ്ട് തന്നെ സോളാർ സമരത്തിനെ വലിയ ശക്തമായ സമരമാക്കി മാറ്റി അതിൽ ഉമ്മൻചാണ്ടിയെ സമ്മർദ്ദത്തിലാക്കിയതിനു ശേഷം ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കി ഈ TP ചന്ദ്രശേഖരൻ വധമെന്ന് പറയപ്പെടുന്ന കുഞ്ഞനന്തൽ മാത്രം ഒതുങ്ങുകയും അതിനപ്പുറം അതിന് മുകളിലോട്ടുള്ള നേതാക്കൾ എത്താതാവുകയും ചെയ്തത് ഈ ഒത്തുതീർപ്പിൻ്റെ ഫലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കിയെടുത്ത് സോളാർ സമരം പിൻവലിക്കുകയും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി പദം സംരക്ഷിക്കുകയും ചെയ്ത് TP ചന്ദ്രശേഖരൻ വധത്തിൽ നിന്ന് അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ വധത്തിൽ വലിയ നേതാക്കൾ CPM-ൻ്റെ ഉന്നത നേതാക്കൾ പെടുമെന്നുള്ള അവസ്ഥ ഉണ്ടായിട്ട് പോലും അവരെ തൊടാതിരിക്കുവാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അതിന് നടത്തിയ ഒരു പരിശ്രമമാണ് ഈ സോളാർ എന്ന് പറയപ്പെടുന്നത്. ആ സോളാർ സമരം ഉണ്ടാക്കിയതും ഇതേ ഇടതുപക്ഷം തന്നെയാണ്. അതിനെ അവസാനിപ്പിച്ചതും ഇതേ ഇടതുപക്ഷം തന്നെയാണ്. അവർ ഒത്തുകളിച്ച് വലിയ നേതാക്കൾ ഒത്തുതീർപ്പിലെത്തിയ സമരമായിരുന്നു ആ സമരം. അത് അണികൾക്കറിയില്ല. തോമസ് ഐസക് എന്ന് പറയപ്പെടുന്ന അന്നത്തെ വലിയ നേതാവിന് പോലും അറിയില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ ഇപ്പോൾ ഉയരുന്ന ഈ ആരോപണം അത്രത്തോളം ശക്തമായ രീതിയിൽ കൊണ്ടുവരുവാൻ പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനാവില്ല. കോൺഗ്രസിൻ്റെ ശക്തരായിട്ടുള്ള നേതാക്കളില്ല, ശക്തരായിട്ടുള്ള അണികളില്ല. ആ അണികൾക്ക് പിണറായിക്കെതിരെ സമരം ചെയ്യാനും കഴിയില്ല. മാത്രമല്ല പ്രതിപക്ഷ ബഹളത്തിലൊന്നും മുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയോ പ്രതിപക്ഷ ആവശ്യങ്ങൾക്ക് ചെവികൊടുത്തുന്ന ഒരാളോ അല്ല പിണറായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി എത്രയൊക്കെ സമരം ഈ കോൺഗ്രസ്സുകാരും UDF ചെയ്താലും
അതൊന്നും മൈൻഡാക്കാൻ പോകുന്നില്ല പിണറായി എന്നുള്ളതാണ്. അതിന് മുഖം തിരിഞ്ഞ് നടക്കുക മാത്രമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ സമരത്തിന് മുഖം തിരിഞ്ഞ് നടക്കുക മാത്രമായിരിക്കും മുഖ്യമന്ത്രി ചെയ്യാൻ പോകുന്നത് എന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം നടത്തിയാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണം പോലും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട്.